ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ സാറ്റിൻ റബ്ബറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അത് മാർക്ക് ചെയ്യാം. റിങ്ങിൽ ഫിക്സ് ചെയ്യുക. റിങ് ഫിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റാക്കി ചെറിയൊരു വട്ടം വരയ്ക്കുക. എന്നിട്ട് എല്ലാ സൈഡിലോട്ടും ചെറിയ ചെറിയ ചോര വരകൾ, സൂര്യരശ്മികൾ പോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു കുഞ്ഞു വട്ടവും കൂടെ, ബ്രാഞ്ച് നമ്മൾ കൊടുത്തില്ലേ അതിൻ്റെ എൻഡിലായിട്ട് ഒരു വട്ടവും കൂടെ വരയ്ക്കും. ആദ്യം നടുക്കൊരു ചെറിയ വട്ടം, എന്നിട്ട് സൂര്യരശ്മികൾ പോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ആ ബ്രാഞ്ച് എൻഡ് ചെയ്യുന്നിടത്ത് ഒരു വട്ടവും കൂടെ വരയ്ക്കുക. ഇത് നമുക്ക് സാറ്റിൻ റിബൺ കൊണ്ട് ചെയ്യാം. ഞാൻ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇങ്ങനെയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം വലിപ്പമുള്ള ഹോളുള്ള നീഡിലെടുക്കുക. നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. വലിപ്പമുള്ള നീഡിലെടുത്തിട്ട് ചെയ്യാം. നമ്മൾ ഈ ചെറിയ വെട്ടത്തിൻ്റെ ആ മാർക്കിലായിട്ട് ഇത് കുത്തിയെടുക്കുക. ഇതിൻ്റെ ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഫ്രണ്ട് വരുന്ന പോലെ വെച്ച് തിരിച്ചു കുത്തുക. ഇനി അതിനടുത്തായിട്ട് അടുത്തത്. അങ്ങനെ സെയിം മെത്തേഡിൽ ഈ ഫുൾ റിങ് കംപ്ലീറ്റ് ചെയ്യണം. ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഫ്രണ്ടിൽ വരുന്നത് പോലെ അങ്ങനെ നമ്മൾ പെറ്റൽസ് സ്റ്റിച്ച് ചെയ്ത് കഴിയാറായി. ഏറ്റവും ലാസ്റ്റ് പെറ്റലും കൂടി ചെയ്തിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കാം. ചെയ്യുമ്പോൾ ഒത്തിരി ടൈറ്റായിട്ട് വലിക്കരുത്, അന്നേരപ്പോഴത്തേക്ക് ഇത് ചുരുങ്ങിപ്പോവും. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കാം നമുക്ക്. ബാക്കിയുള്ള ഭാഗം മുറിച്ചിട്ട് മാറ്റാം. ഈ റിങ്
അഴിച്ചു മാറ്റാം. ഞാൻ ഒരു ഫ്ലവർ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇതൊരു ബേബി ഫ്രോക്കിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഈ സെയിം ഡിസൈൻസ് തന്നെ നമുക്ക് ചുരിദാറിലും ചെയ്യാം. നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഷോ ബട്ടൺ കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നമുക്ക് നടുവിലായിട്ട് ഈ ഷോ ബട്ടൺ കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തുകൂടെ വെച്ചാൽ ഇളകി പോകത്തില്ല. രണ്ട് ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പിങ്ക് കളർ തന്നെ ഹാഫ് ബീഡ്സ് ഇനി പല ഭാഗങ്ങളിലായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹാഫ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുക്കണം. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഹോളുണ്ട്. ഇതൊരു വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. നമുക്ക് ഈ വെൽവെറ്റ് ക്ലോത്തിന് വലിയ വിലയൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനും നല്ലതാണ്. നമ്മൾ ആ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്ന സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഫ് ബീഡ്സും കൂടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ചെയ്തിരിക്കുന്നത് സാറ്റൻ റിബൺ കൊണ്ട്, തിന്നായിട്ടുള്ള സാറ്റൻ റിബൺ എടുത്തത്. തിന്നായിട്ടുള്ള സാറ്റൻ റിബൺ കൊണ്ട് 2 ഫ്ലവർ ഉണ്ടാക്കി നടുക്കായിട്ട് ഒരു ഷോ ബട്ടൺ കൊടുത്തു. പിന്നെ ആ സാറ്റൻ റിബണിൻ്റെ അതേ നിറത്തിലുള്ള ഹാഫ് ബീഡ്സ് എടുത്ത് ആ ഫ്ലവർ ചെയ്തിട്ടുള്ള അതേ സൈഡ്സിൽ, അതായത് ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ ബാക്കിയുള്ള സൈഡിൽ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹാഫ് ബീഡ്സും കൊടുത്തു. നമുക്ക് വളരെ എളുപ്പം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.